അടുത്ത പടത്തിൽ എന്നെ നായകനാക്കുമല്ലോ അല്ലേ? കുറച്ച് നാളത്തേക്കില്ല. എല്ലാവർക്കും നമസ്കാരം. പ്ലൂട്ടോ സംഭവിച്ചത് തന്നെ ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ബ്രീഫായിട്ട് പറയാം. ഞങ്ങൾ നിയാസിനെ ഞാൻ വേറൊരു സിനിമ കോറൈറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ ഡിസ്കഷൻ നടക്കുകയായിരുന്നു. അപ്പോൾ ഞാനൊരു കോറൈറ്ററിനെ തപ്പി നടക്കുന്നതിൻ്റെ ഇടയിൽ വീണ് കിട്ടിയ ഒരു പുള്ളിക്കാരനാണ്. അപ്പം ആളുടെ റെസ്യൂമയുടെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ IIT ഡ്രോപ്പ് ഔട്ട് ആണെന്നുള്ളതായിരുന്നു. അപ്പോൾ IIT ഗ്രാജുവേറ്റ് അല്ല, ഡ്രോപ്പ് ഔട്ട്. അത് വെച്ചാണ് പുള്ളി സെല്ല് ചെയ്തുകൊണ്ടിരുന്നത് റെസ്യൂമ്. അപ്പോൾ ഇതെന്താണെന്ന് അറിയാനുള്ളൊരു കൗതുകത്തിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്നു. പുള്ളിയുടെ ഒരു വൈബ് ആക്ച്വലി വേറൊരു കഥ പറയാൻ എൻ്റെ അടുത്ത് വന്നതാണ്. ആ സിനിമ നടന്നില്ല, പകരം ഈ സിനിമ നടന്നു. പക്ഷേ ഞങ്ങൾ വേറൊരു കഥ എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കാഷ്വലി നിയാസ് ഒരു ഐഡിയ ഷെയർ ചെയ്തു. അപ്പോൾ ഞാനത് ഭയങ്കര രസമുണ്ടെന്ന് പറഞ്ഞു. അത് ഒരു 10-15 ദിവസത്തിനുള്ളിൽ ഒരു പ്രൊജക്റ്റായി മാറി എന്ന് പറയുന്നത് ആണ് ഈ സിനിമ. അത് പക്ഷേ അങ്ങനെ സംഭവിച്ചതല്ല. പറഞ്ഞു വരുമ്പോൾ നമ്മളെ ഒരുപാട് ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു ടീമിൻ്റെ എന്താ പറയുക, ഒരു വിഷനാണ് ഈ സിനിമ. എനിക്ക് സിനിമയിൽ അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളൊന്നുമില്ല. ഉള്ളതിൽ ഒരുപാട് പേര് ഈ സിനിമയിൽ സഹകരിക്കുന്നുണ്ട്. അപ്പം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇവരൊക്കെ എനിക്ക് ഏറ്റവും ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതിൽ ഇന്ന് വരാതിരുന്ന നമ്മുടെ അജുവേട്ടൻ അടക്കം ഇതേപോലെ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ വിളിച്ച് ഈ സിനിമയുടെ ഭാഗമാക്കാൻ ശ്രമിച്ചു. അതേപോലെ പുതിയൊരു സുഹൃത്തിനെയും കൂടെ നമ്മൾ സിനിമയിലേക്ക് വിളിച്ചു. പുള്ളി ആക്ച്വലി എല്ലാവരും ഒട്ടും എന്താ പറയുക, അങ്ങനെ ആലോചിച്ച് ചിന്തിക്കാനൊന്നും സമയം എടുക്കാതെ പെട്ടെന്ന് പ്രൊജക്റ്റിലേക്ക് ഇന്നാവുമായിരുന്നു. അപ്പം ഐ മീൻ ഇറ്റ് ഹാഡ് എ ഗുഡ് വൈബ് ടു ഇറ്റ്. രവിചേട്ടനെ പോലൊരു എന്താ പറയുക, എപ്പോഴും ചിരിക്കുന്ന, ഇതുവരെ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെ ഒരു പ്രൊഡ്യൂസറും നമുക്കുണ്ട്. അപ്പോൾ എന്താ പറയുക, രശ്മി ചേച്ചിയും രവിചേട്ടനും കൂടിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ ബാക്കി ക്രൂ, ക്യാമറ ശ്രീരാജ്, ഞാൻ വായിക്കുന്നില്ല, എല്ലാം ഇതിലുണ്ട്. സോ ബേസിക്കലി പ്ലൂട്ടോ എന്ന് പറയുന്നത് ഒരു നമ്മളൊരു അനൗൺസ്മെൻറ്റ് ടീസർ അതിൻ്റെ കാര്യം പറഞ്ഞത്. അതായത് ഞങ്ങൾ ഇങ്ങനൊരു പടം ഷൂട്ട് തുടങ്ങുമ്പോൾ ജൂലൈ ആവും. അപ്പോൾ അത് ഇപ്പം തന്നെ അതിൻ്റെ എന്തെങ്കിലും ഒരു സാധനം പൊട്ടിക്കണം, ഒരു കഥ, അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് പോകണമെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ രവിചേട്ടനൊക്കെ കൂടെ ഒരു ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫസ്റ്റ് മീറ്റിംഗ്. അപ്പോൾ രവിചേട്ടൻ പറഞ്ഞു നമുക്കെന്നാ ഒരു അനൗൺസ്മെൻറ്റ് ടീസർ ചെയ്താലോ എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ നമ്മുടെ കൂടെ ഉണ്ട്. ബട്ട് സോറി, അതിന് മുന്നേ പറയേണ്ട 3 പേരുണ്ട്. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് JK, അനന്തു ആൻഡ് കിഷോർ. ഇവർ 3 പേരുടെയും ഇവിടെ ഉണ്ട്. നിങ്ങൾ സ്റ്റേജ് കയറിയില്ലായിരുന്നു? ഓക്കെ. അപ്പം ഇതിൽ അനന്തുവിനെ ഞങ്ങൾ പണ്ട് അടികപ്പ്യാരെ കൂട്ടമണി സിനിമയുടെ വിജയാഘോഷത്തിൻ്റെ സമയത്ത് അതിൻ്റെ മൂവി പ്രൊമോഷൻ എല്ലാം ഇൻവോൾവ് ആയിരുന്ന ഒരു കമ്പനി, അവരിപ്പോഴും റൺ ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സാണ്. അതേപോലെ ഞാനും ഇതിനകത്ത് ഒരുപാട് ക്രിയേറ്റീവ്ലി ഒക്കെ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് ഞാനും ചെറിയൊരു ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ സ്ഥാനത്ത് ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. ബിക്കോസ് മൈ കമ്മിറ്റ്മെൻറ്റ് ടു ദ മൂവി. ഇതിൻ്റെ ഒരു മ്യൂസിക്കൽ സൂപ്പർവിഷനും ഇതിൻ്റെ മ്യൂസിക് ചെയ്യുന്നത് ആർക്കേഡോയും അശ്വിൻ എന്ന് പറഞ്ഞ 2 മ്യൂസീഷ്യൻസാണ്. ഞാൻ മുന്നേ വർക്ക് ചെയ്തത് നിങ്ങൾക്ക് അറിയായിരിക്കും, പണിവാളി എന്ന് പറഞ്ഞ ട്രാക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ആർക്കേഡോ. അപ്പം ഇതിൻ്റെ ഒരു മ്യൂസിക്കൽ സൂപ്പർവിഷനും എല്ലാത്തിലും നമ്മൾ ഒരുപാട് ഇൻവോൾവ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഇതിൻ്റെ കഥ പറഞ്ഞ പോലെ, സാറ് പറഞ്ഞ പോലെ ഇത്രമാത്രം പറയാം. പ്ലൂട്ടോ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ ഒരു തിരസ്കരിക്കപ്പെട്ട ഗ്രഹമാണല്ലോ. അപ്പോൾ അങ്ങനെ തിരസ്കരിക്കപ്പെട്ടവരുടെ ഒരു കഥയാണ്. പക്ഷെ അവരെങ്ങനെ ലൈഫിൽ തിരിച്ചു വരുന്നു എന്നൊക്കെ ആയിരിക്കും ഇത് പറയുന്നത്, അല്ലേ? അത്ര അത് കൂടുതൽ ഞാൻ അല്ല, ഇതാ കൊടുക്കുക, മൈക്ക് കൊടുക്കുക. ഞാൻ സംസാരിക്കാനുള്ള വന്ന എല്ലാവർക്കും നന്ദി. തീരെ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എന്നെ പല വേദികളിലും കാണാത്തത്. അപ്പോൾ നീരജ് പറഞ്ഞതൊക്കെ തന്നെയാണ്, എൻ്റെ സമയം നീരജ് എടുത്തു. അപ്പോൾ അത് കാരണം ആശ്വസിച്ചിരിക്കുകയായിരുന്നല്ലേ സമയം എടുത്തു? എന്നോട് കയറുമ്പോഴേ പറഞ്ഞ് എനിക്കും കൂടെ സംസാരിച്ചേക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ ഐ എം സോ ഹാപ്പി ദാറ്റ് ഫൈനലി വി ആർ വർക്കിംഗ് ടുഗെദർ.
അടുത്ത പടത്തിൽ എന്നെ നായകനാക്കുമല്ലോ അല്ലേ? കുറച്ചാളത്തേക്കില്ല. പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് കാണുന്ന നമ്മുടെ ദിനേശ് ചേട്ടനുണ്ട്, നമ്മുടെ ദേ ജോർജ് കോര ഇരിപ്പുണ്ട്, പിന്നെ ദേ വേണുജി, നീതേച്ചി, ഷംസു, ഞങ്ങളുടെ 1983 പ്രൊഡ്യൂസറായിരുന്നു ഷംസു, എൻ്റെ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് മൂവീസ്. അപ്പം ഇത് എൻ്റെ വൈഫും എൻ്റെ അനിയനും അവിടെ ഇരിപ്പുണ്ട്, ദീപ്തിയും. നവനീതോടെ പോയി. ഓക്കെ, അത്രേ ഉള്ളൂ, ഞാൻ നീട്ടുന്നില്ല. ഇതൊരു ഭയങ്കര അംബിഷ്യസ് ആയിട്ടുള്ള ഒരു തുടക്കമാണ്. ആൻഡ് എനിക്ക് ഇത് തുടങ്ങിയ മുതൽ ഒരു ഭയങ്കര പോസിറ്റീവ് വൈബ് ഉണ്ട്. ഐ ഹോപ്പ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ സിനിമയായിട്ട് പുറത്തു വരുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. താങ്ക് യു. സ്റ്റേജിൽ വഴി അത്ര പരിചയമില്ല, സ്റ്റേജ് ഫിയർ ഉള്ള ആളാണ്, അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് ക്ഷമിക്കുക. എൻ്റെ പേര് രജു എന്നാണ്. ഞാൻ സിംഗപ്പൂർ ബേസ്ഡാണ്. ഇത് ഓക്കറ്റ് ഫിലിംസിൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷനാണ്. അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹം ഉണ്ടാവണം. പിന്നെ ഈ പ്രോജക്റ്റ് ഫോം ചെയ്യാൻ കാരണം അനന്തവും ജയേഷനുമാണ്. അവരാണ് ഇത് കൊണ്ടുവന്നത്. നീരജ് പറഞ്ഞ പോലെ പ്രൊഡ്യൂസർ എപ്പോഴും ചിരിച്ചും ഓക്കെ പറയുന്ന ആളാണ്. അങ്ങനെ ചിരിക്കാനേ ഓക്കെ പറയാനേ അറിയത്തുള്ളൂ. അപ്പോൾ ഇവരുടെ എല്ലാം സപ്പോർട്ട് കൊണ്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ നിയാസ്, ആദിത്യൻ, പിന്നെ താങ്ക്സ് ടു ദീപുവിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഞാൻ ആദ്യമായിട്ട് പഠിച്ചപ്പോൾ ദീപുവിനെയാണ് ഇവർ പോവേണേ. പിന്നെ എല്ലാത്തിനും കൂടെ വന്ന് എൻ്റെ വൈഫാണ്. പൈസ ആവശ്യമുള്ളപ്പോൾ ഇവർ വൈഫിനെ വിളിക്കും, ഞാനറിയത്തില്ല അവരെ വിളിക്കുന്നത്. അപ്പം എല്ലാം നല്ലപോലെ വരും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഭയങ്കര ഉണ്ടാവണം. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സർ. സർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് ഇവര് നമ്മളെ നീരജും അൽത്താഫും എല്ലാത്തിനും കൂടെ ഉണ്ട്, ഭയങ്കര സപ്പോർട്ടാണ്. നമ്മുടെ ക്രിയേറ്റീവ് ഡയറക്ടറിനെ പ്രത്യേകിച്ച് എനിക്കൊന്ന് എടുത്തു പറയാനുണ്ട്. ആദിത്യൻ ചന്ദ്രശേഖർ. ആദിത്യൻ്റെ ഫസ്റ്റ് പടം എങ്കിലും ചന്ദ്രികയിൽ ഞാനൊരു ക്യാമിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ആളുകളാണ്. ഞങ്ങൾ വേറൊരു പടത്തിൻ്റെ ഡിസ്കഷൻ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്, അത് പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് തള്ളിപ്പോയി. അപ്പോൾ ഈ പ്രോജക്റ്റിൽ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് വളരെ എന്താ പറയുക, അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു പൊസിഷനിലേക്ക് ആദ്യം വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിരുന്നു. ആദ്യയുടെ വലിയൊരു പടം മൾട്ടിവേഴ്സ് മന്മഥൻ വരാനിരിക്കെ ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി നമ്മുടെ ടീമിൻ്റെ കൂടെ നിന്ന് ആദിക്കും ഒരു ബിഗ് താങ്ക്സ്. ഇവർ രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടാണ്, എല്ലാത്തിനും കൂടെ ഉണ്ട്. ഞാനിപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ എല്ലാം പറയുന്നത് ഒന്നും പേടിക്കണ്ട, ഞങ്ങളെല്ലാം പിന്നിലുണ്ട്. അതാണ് നമ്മളുടെ ഒരു ധൈര്യം. ഇനി നമുക്ക് ഒരുപാട് പ്രോജക്റ്റുകൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റട്ടെ. ദാറ്റ്സ് ഓൾ. ഓക്കെ, താങ്ക് യു. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേരുടെ